ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഫൗണ്ടേഷനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള ഫൗണ്ടേഷൻ ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ജസ്റ്റ് ഹെർബ്സിൻ്റെ സെറം ഫൗണ്ടേഷൻ ആണ്. ഈ ഒരു ഫൗണ്ടേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് സെറം ലൈക്ക് ടെക്സ്ചറാണ്. അതായത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ്. നമ്മുടെ സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്താൽ നല്ല രീതിക്ക് പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ചെയ്യാനൊക്കെ പറ്റും. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിൻ ടോൺ ഒക്കെ ആയിട്ട് നന്നായിട്ട് ബ്ലെൻഡായി പോകുന്ന ടൈപ്പ് ഓഫ് ഫൗണ്ടേഷനാണ്. ഇതിൽ SPF കണ്ടന്റ് ഉണ്ടോ എന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം എല്ലാ മേക്കപ്പ് പ്രൊഡക്ട്സിലും SPF കണ്ടന്റ് ഇൻക്ലൂഡ് ആണ്. ഇതിൽ SPF കണ്ടന്റ് എന്തുമാത്രമാണെന്ന് നോക്കുകയാണെങ്കിൽ SPF 30+ ആണ് കേട്ടോ വരുന്നത്. അത്യാവശ്യം ഒരു സൺസ്ക്രീനിലൊക്കെ കിട്ടുന്ന അത്രത്തോളം സൺ പ്രൊട്ടക്ഷൻ ഒക്കെ കിട്ടുന്നുണ്ട്. എങ്കിലും നമ്മൾ മസ്റ്റായിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ 20 ml ഓഫ് പ്രൊഡക്റ്റിന് വരുന്ന പ്രൈസ് എന്ന് വെച്ചാൽ ഒരു 350 ആ റേഞ്ചാണ്. ഇപ്പോൾ അത്യാവശ്യം ഓഫേഴ്സൊക്കെ നമുക്ക് നൈക്കയിലും ഫ്ലിപ്കാർട്ടിലും മിന്ത്രയിലും ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒരു വ്യൂ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ വാങ്ങുവാണെങ്കിൽ അത്യാവശ്യം കുറച്ച് ഓഫേഴ്സൊക്കെ കിട്ടും കേട്ടോ. അതോടൊപ്പം തന്നെ ഈ ഒരു ഫൗണ്ടേഷനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ സ്കിൻ ടോണ്, അതായത് എസ്പെഷ്യലി ഇന്ത്യൻ സ്കിൻ ടോണിന് ശരിക്കും മാച്ചിങ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് വരുന്നത്. അതോടൊപ്പം തന്നെ ഇത് അത്യാവശ്യം പല വേരിയൻസിൽ വരുന്നുണ്ട് കേട്ടോ. എൻ്റെ കയ്യിലിരിക്കുന്ന 03 ഐവറി എന്ന് പറഞ്ഞാണ്, അതായത് നമ്മുടെ സ്കിൻ ടോൺ ഇപ്പം ഒരു ഫെയർ ഒക്കെ ആണെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഷെയ്ഡ് തന്നെയാണ് ഈ 03 ഐവറി എന്ന് പറയുന്നത്. സാൻഡ്, നാച്ചുറൽ, അതോടൊപ്പം തന്നെ ബീജിലൊക്കെ വരാറുണ്ട്. മീഡിയം ആയിക്കോട്ടെ, ഡെസ്കി ആയിക്കോട്ടെ. അപ്പം അങ്ങനത്തെ സ്കിൻ ടോണുകാർക്കൊക്കെ മാച്ചിങ് ആയിട്ടുള്ള ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. അതായത് നമ്മുടെ സ്കിൻ ടോൺ അനുസരിച്ചിട്ട് നമ്മൾ ഫൗണ്ടേഷൻ്റെ ഷെയ്ഡ് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. എക്സാക്റ്റ് നമ്മുടെ സ്കിൻ ടോണായിട്ട് മാച്ചിങ് ആയിട്ടുള്ള ഷെയ്ഡ്സ് എപ്പോഴും തിരഞ്ഞെടുക്കുക. ഫൗണ്ടേഷനൊക്കെ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ സ്കിൻ ടോണിനെക്കാളും കുറച്ചുകൂടെ ഡാർക്കർ ആയിട്ടുള്ള ഷെയ്ഡ്സ് ചൂസ് ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ എത്ര നല്ല ലൈറ്റ് ഫൗണ്ടേഷൻ ആണെങ്കിലും കുറച്ച് ടൈം കഴിയുമ്പോൾ ഓക്സിഡൈസ് ആകും. ഓക്സിഡൈസ് ആകുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ടോണിൻ്റെ ഉള്ള ആ ഒരു ടോണിനെക്കാളും കുറച്ചുകൂടി ഒരു ഡാർക്കർ ഷെയ്ഡിലോട്ട് നമ്മുടെ സ്കിന്ന് മാറും. അപ്പോൾ എപ്പോഴും നമ്മൾ ഫൗണ്ടേഷനൊക്കെ ചൂസ് ചെയ്യുമ്പോൾ എക്സാക്റ്റ് നമ്മുടെ സ്കിൻ ടോണിന് മാച്ചിങ് അല്ലെങ്കിൽ ഒരു ഷെയ്ഡ് ലൈറ്ററൊക്കെ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ കീപ്പ് ചെയ്യുക. പിന്നെ ഇതിൽ മെയിനായിട്ട് വരുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ റോസ് ഷിപ്പും അതോടൊപ്പം തന്നെ റൈസിൻ്റെ സ്റ്റാർച്ച്. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റൊക്കെ കൊണ്ടിട്ട് ഡള്ളായിട്ടുള്ള സ്കിന്നൊക്കെ മാറ്റാനും ഒരു ബ്രൈറ്റ്നെസ് പ്രൊവൈഡ് ചെയ്യാനും നമ്മുടെ സ്കിൻ ടോണൊക്കെ നന്നായിട്ട്, സ്കിന്നൊക്കെ ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്യാനൊക്കെ സഹായിക്കും. പിന്നെ പോഴ്സൊക്കെ നന്നായിട്ട് മിനിമൈസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ പ്രൈസൊക്കെ നോക്കുകയാണെങ്കിൽ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത്യാവശ്യം അഫോർഡബിൾ പ്രൈസിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കാണിക്കാം. ആ ഒരു ആപ്ലിക്കേഷൻ വൈസ് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും ആ ഒരു ഫൗണ്ടേഷൻ്റെ കളറും അതോടൊപ്പം തന്നെ ബ്ലെൻഡ് ചെയ്യുമ്പം എങ്ങനെയാണ് നമുക്ക് ഉള്ള കാര്യങ്ങളൊക്കെ. സെറം ലൈറ്റ് ഫൗണ്ടേഷൻ ആയതുകൊണ്ട് തന്നെ നല്ല സെറം ലൈറ്റ്, വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് കാണിക്കാം. ശരിക്കും ഇത് ലാസ്റ്റ് അപ് ടു 12 hours എന്നാണ് ഇവർ പറയുന്നത്. അത്യാവശ്യം നമ്മൾ അപ്ലൈ ചെയ്താൽ നല്ല രീതിക്ക് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ സ്കിന്ന് ഓവറായിട്ട് ഡാർക്കായിട്ട് ഓക്സിഡൈസ് ആകുന്നതായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഒരു ഒട്ടൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. ഒട്ടും തന്നെ സ്റ്റിക്കി ഫീലൊന്നും ഇല്ല. കണ്ടോ, ബ്ലെൻഡ് ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ്. ഈസി ആയിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ആ ഒരു സെയിം സ്കിൻ ടോണിന് അനുസരിച്ചിട്ടുള്ള ഷെയ്ഡ്സ് നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ ഒരു ബ്രൈറ്റ്നെസ് കിട്ടുന്നുണ്ട്, നല്ലൊരു ഗ്ലോ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് നമുക്ക് ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ എന്തോ ഒരു സംഭവം നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നുള്ള ഫീലിംഗ് ഒന്നും ഇല്ല കേട്ടോ. എക്സാക്ട്ലി ഒരു ഈവൻ ടോണാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു 350, 395 രൂപയ്ക്കാണ്. പക്ഷേ ഇപ്പം നമുക്ക് അത്യാവശ്യം ഓഫറിലൊക്കെ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഒരു 350 ആ റേഞ്ചിലൊക്കെ കിട്ടും. അതായത് നമ്മുടെ സ്കിൻ നല്ല രീതിക്ക് ഗ്ലോ തരുന്നുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ ഒട്ടും തന്നെ ഡ്രൈ ആകുന്നില്ല. ചില ഫൗണ്ടേഷനൊക്കെ ഇട്ടാൽ നമുക്കറിയാം നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് വലിയുന്ന പോലെ ഡ്രൈയിങ് ആയിട്ടുള്ള ഫീലിംഗ് ഒക്കെ ഉണ്ടാകും. പക്ഷേ ഈ ഒരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്താൽ നമുക്ക് അങ്ങനത്തെ ഫീലിംഗ് ഒന്നും ഇല്ല. സ്റ്റിക്കി ആക്കുന്നില്ല, ഡ്രൈ ആക്കുന്നില്ല. പിന്നെ ക്രുവൽറ്റി ഫ്രീ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്, വേഗനാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൽ അതായത് നാച്ചുറൽ ആയിട്ടുള്ള ഹെർബൽ ആക്റ്റീവ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ, അടങ്ങിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അടുത്തായിട്ട് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ റോസ് ഷിപ്പും റൈസ് സ്റ്റാർച്ചൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അത് കാരണം നമ്മുടെ സ്കിന്നൊക്കെ നല്ല രീതിക്ക് ബ്രൈറ്റൻ ചെയ്യാനും ആ ഒരു ഡൾനെസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ പോഴ്സൊക്കെ നന്നായിട്ട് മിനിമൈസ് ചെയ്യാനും അതോടൊപ്പം തന്നെ നല്ലൊരു മാറ്റിഫൈങ് ആയിട്ടുള്ള ഒരു ഫിനിഷാണ് നമ്മുടെ സ്കിന്നിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഫൗണ്ടേഷനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഓൾറെഡി നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അത്യാവശ്യം നല്ലൊരു മീഡിയം കവറേജ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷനാണ്. അതായത് ഇതിലെ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് നമ്മൾ പറഞ്ഞപ്പം മെയിനായിട്ട് വരുന്ന 2 ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. റോസ് ഹിപ്പ് എന്നാണെന്ന് തോന്നുന്നു ഞാൻ നെയിം പറഞ്ഞിട്ടുള്ളത്. അത് റോസ് ഹിപ്പ് അല്ല കേട്ടോ, റോസ് ഹിപ്പ് എന്നാണ് ആ ഒരു ഇൻഗ്രീഡിയൻറ്റിൻ്റെ പേര്.
ആ ഒരു റോസ് സിപ്പ് ഓയിൽ ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ, അതായത് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ഓൾറെഡി മോയ്സ്ചറൈസിങ് ആണെന്നൊക്കെ ഞാൻ പറഞ്ഞു, ഹൈഡ്രേറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കൂടാണ്ട് കോളജൻ പ്രൊഡക്ഷനൊക്കെ നല്ല രീതിക്ക് ഇൻക്രീസ് ചെയ്യും. അതോടൊപ്പം തന്നെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി ഒക്കെ ഒന്ന് ഇൻക്രീസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ റൈസ് സ്റ്റാർച്ച് എന്ന് പറയുന്നത് ബ്രൈറ്റ്നസ് കൊണ്ടുവരാനും കുറേ അധികം ബെനിഫിറ്റ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ സ്കിന്നിൽ ആക്നീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റെഡ്യൂസ് ചെയ്യാനും ആക്നീസ് ഉണ്ടാവാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷനാണ്. ഈ ഒരു ഫൗണ്ടേഷൻ ഇട്ടെന്ന് വെച്ചുകൊണ്ട് നമ്മുടെ സ്കിന്നിൽ ആക്നീസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അതോടൊപ്പം തന്നെ എക്സസ് ആയിട്ടുള്ള ഓയിൽസ്, അതായത് ഓയിലി സ്കിന്നുകാർ ചില പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുമ്പം വീണ്ടും കുറച്ചുകൂടെ ഓയിൽ പ്രൊഡക്ഷൻ അവരുടെ സ്കിന്നിൽ കൂടുന്നതായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനത്തെ എക്സസ് ആയിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷനൊക്കെ നല്ല രീതിക്ക് കൺട്രോൾ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷനാണ്. ഇനി നെക്സ്റ്റ് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ എല്ലാ സ്കിൻ ടൈപ്പും ആർക്കും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് നോർമൽ ആയിക്കോട്ടെ, കോമ്പിനേഷൻ ആയിക്കോട്ടെ, ഡ്രൈ ആയിക്കോട്ടെ, പിന്നെ ഏതാണ് സ്കിൻ ടൈപ്പ് വരുന്നത്, സെൻസിറ്റീവ് ആയിക്കോട്ടെ, അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് അറിയാം, ഈ ഒരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പം ഓവർ നമ്മൾ പുട്ടിയിട്ട പോലത്തെ എഫക്റ്റോ എന്തോ ഒരു സംഭവം നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ടൊന്നും തോന്നുകയല്ല. നല്ലൊരു ഡ്യൂയി ആയിട്ടുള്ള ഒരു ഫിനിഷ് ആയിരിക്കും നമ്മുടെ സ്കിന്നിന് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാൽ ലൈറ്റ് വെയിറ്റ് ആണ് താനും, അത്യാവശ്യം നല്ലൊരു ഗ്ലോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മേക്കപ്പ് ഇട്ടായിട്ട് ഓവർ ഹെവി ആയിട്ടുള്ള ഫീലിംഗ് ഒന്നും ഇല്ല. ഒരു ബിബി ക്രീമൊക്കെ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും നല്ലൊരു ഫിനിഷ് നൽകുന്ന ഒരു ഫൗണ്ടേഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ശരിക്കും അമേസിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. വാങ്ങിച്ചാലും നമുക്ക് യാതൊരുവിധ നഷ്ടമില്ല. പിന്നെ നമുക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് വേറെ തരത്തിലുള്ള സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും തന്നെ റിസൾട്ട് ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ ഈ ഒരു ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഈ ഒരു ഫൗണ്ടേഷനും മോയ്സ്ചറൈസറും ഈ ഒരു ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടാൽ തന്നെ അത്യാവശ്യം നല്ലൊരു ലുക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മോർണിംഗ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഈവനിങ് വരെ നല്ല രീതിക്ക് പോകുന്നുണ്ട് കേട്ടോ. ഒരു മെഴുമെഴുപ്പോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്ക് ഫീൽ ചെയ്യാറില്ല. പിന്നെ നമ്മുടെ ഫേസിൽ എന്താ പറയുക, ചില പ്രൊഡക്ട്സ് ഒക്കെ ഇടുമ്പം ഒരു ക്രീസിങ് ഒക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. ശരിക്കും അമേസിംഗ് ആയിട്ടുള്ള ഒരു അഫോർഡബിൾ പ്രൈസിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ല ടോപ്പ് ക്വാളിറ്റി പ്രൊഡക്റ്റ് എന്ന് തന്നെ നമുക്ക് ഈ ഒരു ജസ്റ്റ് ഹെർബ്സിൻ്റെ ഈ ഒരു സെറം ഫൗണ്ടേഷനെ കുറിച്ചിട്ട് പറയാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തെന്നാണ് എൻ്റെ വിശ്വാസം. ഇനിയിപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. പ്രൊഡക്റ്റ് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ട്യൂബ് ബേസ് പാക്കേജിംഗ് ആണ്, അല്ലാണ്ടും പാക്കേജിങ് വരാറുണ്ട് കേട്ടോ. അപ്പോൾ 20 ml ഓഫ് പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങിച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്തതിന് ശേഷം വലിയ ക്വാണ്ടിറ്റിയിലുള്ള പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ മതി എന്നുള്ളൂ ഞാൻ പേഴ്സണലി പറയുള്ളൂ കേട്ടോ. നമ്മുടെ സ്കിന്നിന് എത്രത്തോളം മാച്ചിങ് ആണെന്ന് നമ്മൾ നോക്കുക, അതിന് ശേഷം മാത്രം നമ്മൾ ബിഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് വാങ്ങുക. അതോടൊപ്പം തന്നെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ ഡയറക്റ്റ് സ്കിന്നിൽ അപ്ലൈ ചെയ്യാണ്ട് ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. പാച്ച് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ഒരു വിധത്തിലുള്ള നമുക്ക് എന്താ പറയുക സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും തന്നെ മുഖത്തിടുമ്പം തോന്നാറില്ല. പക്ഷേ എങ്കിലും സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർക്ക് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ജസ്റ്റ് നിങ്ങളെല്ലാവരും ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഫേസിൽ ജസ്റ്റ് ഞാൻ കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം. ഓൾറെഡി ഞാൻ എൻ്റെ കയ്യിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിഫറൻസ് എന്തുമാത്രമെന്ന് ഞാനിപ്പോൾ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല, അതുകൊണ്ടിട്ടാണ് കേട്ടോ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു ഡിഫറൻസ് കാണിക്കുന്നത്. ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് മാത്രമേ ഉള്ളൂ ഞാൻ സ്പോട്ട് ചെയ്ത് കാണിക്കുന്നുള്ളൂ. അത്യാവശ്യം നല്ലൊരു ഫിനിഷിങ് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും അമേസിങ് പ്രൊഡക്റ്റാണ്. പിന്നെ സ്മെൽ വൈസ് അല്ലെങ്കിൽ ഫ്രാഗ്രൻസ് വൈസ് നോക്കുമ്പോൾ നല്ലൊരു മൈൽഡ് ആയിട്ടുള്ളൊരു ഫ്രാഗ്രൻസ് ആണ് കേട്ടോ. അപ്പോൾ അമേസിങ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. നിങ്ങൾ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഷുവറായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ, താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. നമുക്കപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ. ടാറ്റാ.